നെസ്ല എന്നെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത് ഇനി തൊട്ട് എന്തിനാ എടാ ഇനി ആ മുട്ടായി വാങ്ങിച്ച് കഴിക്കലിടുന്നാണ് അവരുടെ പറഞ്ഞത്. കടയിൽ പോലും ഒന്നാമത്തെ കാര്യം ഷൂട്ടില് വെച്ച മുട്ടായി എടുത്ത് തിന്ന്. ഞാൻ കാര്യം പറയാം, ഞാൻ പറയാം. എടാ ഇനി ടിവിയിലുള്ള ഒരുത്തനെ ഈ വീട്ടിനകത്ത് ഞാൻ കേട്ടതില്ല എന്റെ. ഞാൻ ഒരു കാര്യം പറഞ്ഞു എടുത്ത്. എടാ അവള് കണ്ട നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ ഗൈസ്, ഇവിടെ വന്നിട്ടേ ഇവന്മാര് ഇതിനകത്ത് ഏതോ ഒരുത്തൻ ബോധമില്ലാതെ രാത്രി പോയി സിംഗിള് വാള് വെച്ച് രാവിലെ അവളെ എണ്ണീറ്റ് ചൂല് മടക്കി അടിച്ചില്ലെന്നേ ഉള്ളു. പിന്നെ ഞാൻ തിരിച്ചു വന്നപ്പോ എന്റെ 2 ഇയർബഡ്സ് എടാ നീയൊക്കെ ഈ ആരെങ്കിലും അല്ല എന്റെ വിഷമം പറഞ്ഞു, എന്റെ ഹെഡ്സെറ്റോട് അടിച്ചുകൊണ്ട് പോയിരുന്നെങ്കിൽ എനിക്ക് വിഷമമില്ലായിരുന്നു അളിയ. എന്റെ ഹെഡ്സെറ്റിന്റെ 2 ബഡ് ഊരിക്കൊണ്ട് പോയി അളിയ. ബഡ് എന്നിട്ട് കേട്ടോണോ ഗൈസ്, എന്നിട്ട് വീട്ടില് പ്രൊമോഷന് വെച്ചിരുന്ന മഞ്ചെടുത്ത് തിന്ന്. ഗൈസ് അവർ ഈ മഞ്ചിന്റെ ആഡ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബാക്ക് വശത്ത് മറ്റേ ഇതൊന്നും ഇല്ലാത്ത പ്രൈസും ഡീറ്റെയിൽസ് ഒന്നുമില്ല, അവരുടെ പുതിയ ലോഞ്ചായിരുന്നു. ആ സാധനം എടുത്തങ്ങ് തിന്ന് ഇറക്കി. മനസ്സിലായോ? എന്നിട്ട് അത് അവരോട് പറഞ്ഞിട്ട് രണ്ടാമത് ഒരു കൊറിയറും കൂടെ അയച്ചു വന്നപ്പോഴത്തേക്കിന് തന്നെ ഇത് ഷൂട്ട് ചെയ്യേണ്ട സമയം ഓൾറെഡി കഴിഞ്ഞു. അത് മാത്രമല്ല കാരണം അപ്പോഴത്തേക്കിന് ഈ ഷൂട്ട് ചെയ്യേണ്ട സമയം ആയപ്പോഴത്തേക്കിന് എന്റെ ബർത്ത്ഡേ വന്ന് വീട്ടിലാണെ പഞ്ചായത്തിലുള്ള ആൾക്കാർ എടാ എന്റെ വീട്ടിൽ എത്ര പേരുണ്ടായിരുന്നടാ? ഒരു 35 പേരെന്തോ ഉണ്ടായിരുന്നു എല്ലാവരും കൂടെ. ഈ ടിവിയുടെ ബാക്കി എലിയും രഞ്ജേട്ടനും ബാക്കി എല്ലാവരും കൂടെ ചേർത്ത് അങ്ങനെ കുറച്ച് പേരെല്ലാം വന്നപ്പോ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഇന്ന് എലി പോസ്റ്റ് ചെയ്തില്ല, ഇന്നായിരുന്നു എന്റെ ഡേറ്റ്, എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് നെസ്ലയുടെ സൈഡിൽ നിന്ന് ഒരു മെയിൽ വന്ന് താങ്ക് യു സോ മച്ച്, ഇനി മേലാൽ നമ്മള് നിന്നെ വിളിക്കൂല. നെസ്ലയുടെ സൈഡിൽ മഞ്ച് കഴിക്കുന്നത് കണ്ടാ മുട്ടുകാല് തല്ലി ഓടിക്കും എന്ന് അവര് മെയിലും അയച്ച് എന്റെ ഇതും ക്യാൻസൽ ചെയ്തു. ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത് ബ്രാൻഡിന്റെ അടുത്ത്? നീ അല്ലേ ഞാൻ ഒരു കാര്യം പറയട്ടെ, എടാ അവര് ടീഷർട്ട് പിള്ളേര് മഞ്ച് കഴിക്കുന്ന പിള്ളേരുണ്ടെന്ന് അറിയാം നമ്മുടെ ചാറ്റില്. എടാ ആർക്കും ഒരു ഹാമും ഇല്ലാത്തൊരു പരസ്യമായിരുന്നു അത്. ഞാൻ ചെയ്യണമായിരുന്നു അല്ലേ എന്റെ പോർട്ട്ഫോളിയോ കാണിക്കാനെങ്കിലും. ബോയ്കോട്ട് മഞ്ച് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇനി എന്റെ പേരിൽ കേസും കൂടെ വന്ന് നിനക്കൊക്കെ എന്ത് സന്തോഷത്തോടെ നിനക്ക് കിട്ടണേ? പോട്ടെ, പ്രമോഷൻ ഇല്ല, പോട്ടെ, വേണ്ട കഴിഞ്ഞ അത് പോയി, അത് തീർന്ന്. ഇനി എന്തിനാ എന്നെ കേസിലൂടെ പെടുത്തുന്നത്? നിനക്കൊക്കെ എന്ത് ആവശ്യം? എടാ എന്റെ ഇത് കാരണമല്ലടാ പോയത്. പോട്ടെ, മഞ്ച് കിട്ടിയായിരുന്നോ? മഞ്ച് കിട്ടി. ജൂഡിന്റെ കക്കൂസിന്ന് കുറച്ച് സ്പ്രെഡായി പോയി, എന്നാലും കുഴപ്പമില്ല. കുറച്ച് മെൽറ്റായി എന്നാലും കിട്ടി. എന്ത് പറയാ ഞാൻ ഇതിനൊക്കെ? ഇതിപ്പോ നെസ്ലേന് ഒരു കേസ് കൂടെ ആണെന്ന് തലവര് ഉറപ്പായിട്ടും നാളെ രാവിലെ വേറെ സെൻട്രൽ ഗവൺമെന്റ് അതിപ്പോ ജൂണിന്റെ കിട്ടിയല്ലേ, എന്താ